ഹലോ വെൽക്കം ബാക്ക്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിലെ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ നല്ല സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് തുറന്ന് പറയാം. 128-5 എന്ന നിലയിലാണ് രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ സ്കോർ കാർഡ് നിൽക്കുന്നത്. ട്രയൽ ബൈ 29 റൺസ്. നിലവിൽ ക്രീസിലുള്ളത് ഋഷഭ് പന്തും നിതീഷ് കുമാർ റെഡ്ഡിയും. ആൻഡ് ദ തിങ് ഈസ്, ഇനി വരാൻ പോകുന്നത് ഏക റെക്കഗ്നൈസ്ഡ് ബാറ്റ്സ്മാൻ എന്ന് പറയുന്ന രവിചന്ദ്രൻ അശ്വിൻ മാത്രമാണ്. എത്രത്തോളം ആയിരിക്കും ഇവരുടെ ചെറുത്തുനിൽപ്പ് എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഒരു പരിധിവരെ ഓസ്ട്രേലിയ അവരുടെ പരിധിയിലേക്ക് ഗെയിം കൊണ്ടുപോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓസ്ട്രേലിയ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പ്രഹരിച്ച ട്രാവിസ് ഹെഡിലൂടെയായിരുന്നു. ട്രാവിസ് ഹെഡിന്റെ ആ ഒരു ഇന്നിംഗ്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ബോളിംഗ് നിരയുടെ നട്ടലൊടിക്കുന്നത് തന്നെയായിരുന്നു. 140 ബോളിൽ നിന്ന് 141 റൺസ് വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 99.29 ആൻഡ് 17 ഫോറുകളും 4 സിക്സറുകളും അടങ്ങിയ ഒരു കിടിലൻ ഇന്നിംഗ്സ് ആയിരുന്നു അവിടെ ട്രാവിസ് ഹെഡിന്റെ ബാറ്റിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ബൗളർമാരെ ശരിക്കും പറഞ്ഞാൽ പ്രഹരിച്ച് കൊല്ലുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ആർക്കും അവിടെ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ ബോളേഴ്സിന്റെ എക്കോണമി കണ്ടാൽ തന്നെ അത് മനസ്സിലാകും. ജസ്പ്രീത് ബുംറയുടെയും അതോടൊപ്പം തന്നെ അശ്വിന്റെയും എക്കോണമി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹർഷിത് റാണയുടെ എക്കോണമി 5.38. ആള് വൈറ്റ് ബോൾ ലൈൻ അല്ലെങ്കിലാണ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം സിറാജ് 4 വിക്കറ്റ് എടുത്തെങ്കിലും 4 താരത്തിന്റെ എക്കോണമി. ഒരു സൈഡിൽ നിന്ന് സിറാജ് നല്ല രീതിയിൽ അടി കൊള്ളുന്നുണ്ടായിരുന്നു. അവസാന സമയത്താണ് ഒരു വിക്കറ്റ് വീഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ട്രാവിസ് ഹെഡിന്റെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു അവിടെ സിറാജിന്റെ കമ്പാക്ക് നടത്തിയത്. ആ ഒരു ബോളിൽ ഹിറ്റ് 6 പോകുന്നു, അതിനുശേഷം നല്ലൊരു കമ്പാക്ക് സിറാജ് നടത്തുന്നു. എന്നിരുന്നാലും നമ്മുടെ ബോളിംഗ് സൈഡിൽ ബൂമറയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു രീതിയിൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഷമി വരണം. ഷമി വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഷമിക്ക് എത്രത്തോളം ഇമ്പാക്ട് ഇന്റർനാഷണൽ സൈഡിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ആൻഡ് ദ തിങ് ഈസ്, നമ്മുടെ ബോളിംഗ് സൈഡിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അണ്ടറിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ആ ഒരു ഫീൽഡ് പ്ലേസ്മെന്റിൽ കമന്റേറ്റർമാർ ഉൾപ്പെടെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഒരു പ്രഷർ ഉണ്ടാക്കുന്ന ഫീൽഡ് പ്ലേസ്മെന്റ് അല്ല രോഹിത് ശർമ്മ അവിടെ ഇടുന്നത്. ആൻഡ് ദ തിങ് ഈസ്, ഒരുപാട് സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം അവിടെ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ കൊടുക്കുന്നുണ്ട് ആ ഒരു ഫീൽഡ് പ്ലേസ്മെന്റ്. അത് വലിയ തിരിച്ചടി തന്നെയാണ്. കുറച്ചുകൂടി അറ്റാക്കിംഗ് ആയിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കാര്യം പറയാം. യശസ്വി ജയ്സ്വാളിന്റെ ആ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ബിഗ് ഇന്നിംഗ്സ് താരത്തിന്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചു. വളരെ ലൂസ് ഡെലിവറിയിൽ നിന്നും ആളുടെ വിക്കറ്റ് അവിടെ പോകുന്നു. 31 ബോളിൽ നിന്ന് 24 റൺസാണ് താരം നേടിയിട്ടുണ്ടായിരുന്നത്. KL രാഹുൽ 10 ബോളിൽ നിന്ന് 7 റൺസുമായിട്ട് വിക്കറ്റ് ആവുന്നു. ശുഭ്മാൻ ഗിൽ 30 ബോളിൽ നിന്ന് 28. ആളൊന്നും സ്ട്രോങ് ആയി വരികയായിരുന്നു. ആ സമയത്ത് ഗില്ലിന്റെ കുറ്റി മിച്ചർ സ്റ്റാർക്ക് എടുത്തുകൊണ്ട് പോകുന്നു. വിരാട് കോഹ്ലിയുടെയും അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയുടെ കാര്യം എനിക്ക് അറിയില്ല ഇത് എന്താണ് ഇങ്ങനെയെന്ന്. കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കോഹ്ലി ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 ഇന്നിംഗ്സിലേക്ക് ഭയങ്കര ഷെയ്ക്കി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. രോഹിത് ശർമ്മ ആണെങ്കിൽ ടോപ്പ് ഓർഡറിൽ നിന്ന് വിട്ട് മിഡിൽ ഓർഡറിൽ വന്നിട്ട് കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. 2 ഇന്നിംഗ്സുകളിലും കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ രോഹിത് ശർമ്മയുടെ നേരെ ശരവർഷങ്ങൾ കൊണ്ട് ട്രോളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രോളുകൾക്ക് എന്താണ് രോഹിത് ശർമ്മയ്ക്ക് മറുപടി കൊടുക്കാൻ സാധിക്കാതെ കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും ഈ ഒരു സീരീസിൽ ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യത്തെ മത്സരം വിജയിക്കുന്നു, രണ്ടാം മത്സരത്തിൽ ഇപ്പോൾ ഭയങ്കര സ്ട്രഗിളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് രോഹിത് ശർമ്മയെ നേരെയുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ രീതിയിൽ കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നും തന്നെയില്ല. ആൻഡ് നിതീഷ് കുമാർ റെഡ്ഡി അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത് കോമ്പിനേഷൻ എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് നാളെ കണ്ടറിയണം. എന്തായാലും ഫസ്റ്റ് സെഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ആദ്യത്തെ 20-15 ഓവറുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. നാളെ ഒരു വലിയ ലീഡിലേക്ക് പോകാൻ സാധിക്കുമെന്ന് കണ്ടുവരുന്നുണ്ട്. കാരണം ഇനി ട്രയൽ ബൈ 29 റൺസാണ്. ഒരു 200-250 റൺസ് ലീഡില്ലാതെ ഒരിക്കലും ഓസ്ട്രേലിയക്കെതിരെ നല്ലൊരു ബോളിംഗ് അറ്റാക്ക് നമുക്ക് പടച്ചുവിടാൻ സാധിക്കില്ല. ആകെ കൂടി ബൂമറയും മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ബാക്കി സൈഡിൽ നിന്നൊക്കെ എന്താവും വരുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ആകെ കൂടി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ എന്ന് പറയുന്നത് പുള്ളി മാത്രമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട രോഹിത് ശർമ്മയുടെ മറ്റൊരു മിസ്റ്റേക്കാണ്. ആകെ 4 ഓവറാണ് ആദ്യത്തെ ഇതിൽ ബൂമറയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ബൂമറയെ റീപ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം അശ്വിനെ കൊണ്ടുവരാൻ ഒരുപാട് ലേറ്റ് ആവുന്നു. എന്താണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ടെസ്റ്റ് ക്യാപ്റ്റൻസിൽ കമന്റേറ്റർമാർ ഉൾപ്പെടെ ക്വസ്റ്റ്യൻസ് ഉന്നയിക്കുന്നുണ്ട് പുള്ളിക്ക് നേരെ. എന്തായാലും അത് തന്നെ അറിയണം പുള്ളിയുടെ മറുപടി എന്തായിരിക്കും എന്നുള്ളത്. സോ ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ബൈ ബൈ ഗൈസ്.